എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാവും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ടോ? അത് ഇല്ല എന്ന് പറയേണ്ട സ്ഥലത്ത് അതെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് മറ്റുള്ളവർ നിരാശരാകണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ അഭിപ്രായം മാറ്റിയിട്ടുണ്ടോ? എല്ലാവരുടെ അംഗീകാരം നേടാൻ ശ്രമിക്കുന്നതിനിടെ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാകുന്നത് എല്ലായ്പ്പോഴും ഒരു മികച്ച ലീഡറാകുന്നതിന് തുല്യമല്ല. ഞാൻ OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. യഥാർത്ഥ ലീഡർഷിപ്പ് ആരംഭിക്കുന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന നിമിഷത്തിലല്ല. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമൂഹത്തിൽ നമ്മൾ ലീഡറായി നിൽക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ സ്വഭാവമാണ് നമുക്കെങ്കിൽ അവരൊരിക്കലും നമ്മളെ ലീഡറാകത്തില്ല. അവരാഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ്. ആ മാറ്റം അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മാറണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അവർ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും കഴിയില്ല എന്ന് പറയുമ്പോഴും ചെയ്യില്ല എന്ന് പറയുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങൾ തന്നെ, പക്ഷെ അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടാവില്ല. സമൂഹത്തിൽ പിടിച്ചിട്ട് അവർ മുന്നിൽ ചങ്കൂറ്റത്തോടെ നിന്നിട്ട് ആ മാറ്റത്തിന് അവരെ തയ്യാറെടുപ്പിക്കുന്ന വ്യക്തികളെയാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം മൂല്യങ്ങളിലും ലക്ഷ്യങ്ങളിലും ഉറച്ചു നിൽക്കുന്ന നിമിഷത്തിലാണ് മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നവർ പോലും നമ്മളായിട്ട് മാറുന്നത്. മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നവർ പലപ്പോഴും ഓരോ തീരുമാനവും എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ന് ചിന്തിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ വലിയ നേതാക്കൾ ഓരോ തീരുമാനവും ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. എന്താണ് ചോദ്യം എന്നറിയോ? ഇത് ശരിയായ തീരുമാനമാണോ? അത് സ്വന്തം മനസ്സാക്ഷി എന്താ പറയുന്നത്? അവർക്ക് ജനപ്രീതിയേക്കാൾ പ്രധാനമാണ് വ്യക്തത, കയ്യടിയേക്കാൾ പ്രധാനമാണ് ദിശ. അതുകൊണ്ടാണ് ഇന്നു മുതൽ ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ നാം പരിശീലിക്കേണ്ടത്. 1, എല്ലാവരെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമം അവസാനിപ്പിക്കുക. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നത് ഒരു ലക്ഷ്യമല്ല, നടക്കാത്ത കാര്യമാണ്. ആ ഒരു ലക്ഷ്യം വെച്ചവർ മുഴുവൻ ജീവിതത്തിൽ ക്ഷ വരച്ചിട്ടുണ്ട്, പണ്ടടങ്ങിയിട്ടുണ്ട്, അങ്ങനെ പറയാം. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ മൂല്യങ്ങൾ വ്യക്തമായിരിക്കണം. ഇതാണ് യഥാർത്ഥ ലക്ഷ്യം. അതായത് നിങ്ങൾക്കൊരു നിലപാട് വേണമെന്നർത്ഥം. ചിലർ നിങ്ങളോട് യോജിക്കും, എന്നാൽ ചിലർ യോജിക്കില്ല. അത് സ്വാഭാവിക. 2ാമത്തെ കാര്യം, വ്യക്തതയോടെ സംസാരിക്കുക. അവ്യക്തമായ വാക്കുകൾ, ആശയക്കുഴപ്പം, നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു ഉറപ്പില്ലാത്തൊരു കാര്യം നമുക്ക് തന്നെ ധൈര്യമില്ല. അപ്പം നമ്മൾ അതിനൊന്ന് മയപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ വാക്കുകൾ, പദങ്ങളൊക്കെ ഒന്ന് മയത്തിൽ എടുക്കും, പക്ഷേ അപ്പോൾ അർത്ഥം മാറിപ്പോകും. പലരും പല രീതിയിലായിരിക്കും അതിനെ നിർവചിക്കുക. വ്യക്തമായ ആശയവിനിമയം മാത്രമേ വിശ്വാസം സൃഷ്ടിക്കുകയുള്ളൂ. സത്യം പറയുമ്പോൾ പരുഷമായിട്ട് പറയേണ്ടതില്ല. അതേസമയം ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സത്യം മറച്ചു പിടിക്കുകയും വേണ്ട. ബഹുമാനത്തോടെയും ഉറച്ച നിലപാടോടെയും സംസാരിക്കാൻ പഠിക്കുക. 3ാമത്തെ കാര്യം പറയട്ടെ, അറിവിൽ നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഓൺ നോളജ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സംഗതി അതിനെ അഭിനയിക്കാൻ കഴിയില്ല. അത് മുഴച്ചു നിൽക്കും. ഏച്ചുകൂട്ടിയാൽ മുഴച്ചു നിൽക്കുന്നു പറഞ്ഞ പോലെ മനസ്സിലാവും, മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അയാൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത്. നല്ല അറിവ് വേണം, അത് വളർത്തിയെടുക്കേണ്ടതാണ്. ഓരോ ദിവസവും പഠിക്കുക, വായിക്കുക, നിരീക്ഷിക്കുക. മാത്രമല്ല അത് പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുക. കാരണം ഏറ്റവും വലിയ പഠനം ഏതാ? അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ്, അല്ലേ? നിങ്ങളുടെ അറിവ് വളരുമ്പോൾ ആത്മവിശ്വാസവും സ്വാഭാവികമായിട്ടും വളരും. 4ാമതായിട്ട്, നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ വാക്കുകളെക്കാൾ ശക്തമാകട്ടെ. ശരിക്ക് ഇനിയുള്ള കാലഘട്ടം അങ്ങനെയാണ്. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമില്ല. കാരണം അറിവ്, ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ട് വേണ്ട നമ്മൾ അറിയാൻ. കാരണം നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ AI പോലത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് അറിവിന് വേണ്ടിയിട്ട് ആരും നമ്മളെ സമീപിക്കാൻ പോകുന്നില്ല. കൺസൾട്ടൻസിന് ആവശ്യമില്ല. നമ്മുടെ സാന്നിധ്യമാണ് ശക്തമാകരുത്. നമ്മളുടെ ആ ഒരു ശരീരഭാഷയില്ലേ, നിവർന്ന ശരീരഭാഷ, ശാന്തമായിട്ടുള്ള മുഖഭാവം, അളന്നു മുറിച്ച വാക്കുകൾ, അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ യോടെ കേൾക്കാനുള്ള കഴിവ്, ഇതെല്ലാം ചേർന്നാണ് ശക്തമായ ഒരു സാന്നിധ്യം. നമ്മുടെ സാന്നിധ്യം ശക്തമാക്കല് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായ്പ്പോഴും കൂടുതൽ സംസാരിക്കുന്ന ആളല്ല. എന്ന് സംസാരിക്കുന്ന ആള്, ഹിസ് പ്രസൻസ്, അയാൾ സാന്നിധ്യം മതി. ആ ഒരു സാഹചര്യത്തിനെ തന്നെ നിയന്ത്രിക്കാൻ അയാളുടെ സാന്നിധ്യം മതി. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും. 5ാമത്തെ കാര്യം പറയട്ടെ, നിങ്ങളുടെ ദൗത്യം ആണ് നിങ്ങളെ ആകർഷകമാക്കേണ്ടത്. ആളുകളെ പിന്തുടരുന്നതിനേക്കാൾ ശക്തമാണ് ഒരു വലിയ ലക്ഷ്യത്തെ പിന്തുടരുന്നത്. ആളുകൾ എപ്പോഴും പിന്തുടരുന്നൊരു വ്യക്തിയെയല്ല, ആ വ്യക്തിയുടെ ആശയത്തെയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് വ്യക്തിയല്ല അവിടെ പ്രധാനം. അപ്പോൾ നമ്മുടെ ദൗത്യമാണ് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. വ്യക്തമായ ദിശയും സ്ഥിരതയുള്ള പ്രവർത്തനമുള്ളവരിലേക്ക് സ്വാഭാവികമായി കഴിവുള്ള ആളുകൾ ആകർഷിക്കപ്പെടാറുണ്ട്. കാരണം അവരൊരു വ്യക്തിയെയല്ല കാണുന്നത്, വ്യക്തിയെ മാത്രമല്ല കാണുന്നത്. പ്രധാനമായിട്ട് കാണുന്നത് എന്താ? ഒരു ദൗത്യത്തെയാണ് അവർ കാണുന്നത്. ഓർമ്മിക്കുക, നിങ്ങളുടെ മൂല്യം എല്ലാവരുടെയും അംഗീകാരത്തിൽ നിന്നല്ല വരുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ്, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാണ്, നിങ്ങളുടെ സ്ഥിരതയിൽ നിന്നാണ്, നിങ്ങളുടെ മൂല്യങ്ങളിൽ
വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിൽ നിന്നാണ് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ല. ഇറ്റ്സ് ഖലാസ് ഫിനിഷ്ഡ് ഓവർ. പക്ഷേ ഇനി നമ്മുടെ അഭിപ്രായം അല്ല മറ്റുള്ള അഭിപ്രായം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോട് കയർക്കാനോ അവരെ പുച്ഛിക്കാനോ ഒന്നുമില്ല. എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറും. എന്നാൽ എൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കും. എൻ്റെ അറിവിനെ ഞാൻ തുടർച്ചയായി വളർത്തിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ വിശ്വാസം നേടും. അവിടെയാണ് ഒരു യഥാർത്ഥ ലീഡർഷിപ്പ് ആരംഭിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ലോകത്തിലെ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നിരവധി ആളുകൾ അവരുടെ പ്രഭാത സമയത്തെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തോടെ കാണുന്നത്, ഒരു ശക്തമായ പ്രഭാത ദിനചര്യ മനസ്സിനെയും ശരീരത്തെയും ജോലിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും. എല്ലാ ദിവസവും രാവിലെ 7:30 IEAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം എന്നുള്ളൊരു പരിശീലന പരിപാടി, അതായത് വലിയ ലക്ഷ്യങ്ങൾക്കുള്ളവർക്ക് മാത്രം, വലിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് മാനസികവും ശാരീരികവും ആത്മീയപരമായിട്ട് അവരെ അതിന് തയ്യാറാക്കുക. ശക്തിപാത ഊർജം അവരിലേക്ക് പ്രവഹിപ്പിക്കുക. ഓരോ ദിവസവും നമ്മുടെ പീക്ക് പെർഫോമൻസിൽ നമ്മൾ ആരംഭിക്കുക. അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. റൈറ്റ്. എന്തായാലും അടുത്ത വീഡിയോയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഡോണ്ട് മിസ് ഇറ്റ്. റൈറ്റ്. സി ബൈ.